നമസ്കാരം. കാട്ടിലെ രാജാവ് സിംഹമാണ്. കാട്ടിലെ ഏറ്റവും വലിയ മൃഗം സിംഹമല്ല. ഏറ്റവും ശക്തനായ മൃഗവും സിംഹമല്ല. പിന്നെ എന്തുകൊണ്ടാണ് സിംഹത്തെ കാട്ടിലെ രാജാവ് എന്ന് വിളിക്കുന്നത്? ഒരു പക്ഷേ അവന്റെ ഗാംഭീര്യമുള്ള ഗർജനമാകാം. അല്ലെങ്കിൽ ഒരിരയെ നോട്ടം വിട്ടു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ വന്നാലും അവനെ പിടിക്കാതെ പിന്നോട്ടില്ല എന്ന അവന്റെ ദൃഢനിശ്ചയം കൊണ്ടാവാം മനുഷ്യർ സിംഹത്തെ കാട്ടിലെ രാജാവിനെ വിശേഷിപ്പിക്കുന്നത്. ഞാൻ ഇന്നിവിടെ പറയുന്നത് സിംഹങ്ങളെ കുറിച്ചല്ല, ഒരൊറ്റ സിംഹത്തെ കുറിച്ചാണ്. സിംഹങ്ങൾക്കിടയിലെ രാജാവിനെ കുറിച്ച്. കെനിയയിലെ മസായി പാറ നാഷണൽ റിസർവിലെ 400ഓളം കിലോമീറ്റർ വരുന്ന ടെറിട്ടറി ഒറ്റയ്ക്ക് ഭരിച്ചവൻ. തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടർത്തുവാനായിട്ട് അവന് ബലി കൊടുക്കേണ്ടി വന്ന അവൻ്റെ വലത്തേക്കണ്ണിൻ്റെ മുഴുവൻ കാഴ്ചയാണ്. അതെ, ദ വൺ ആൻഡ് ഓൺലി സ്കാർഫേസ്. ഇറ്റ്സ് മീ വിഷ്ണു മോഹൻ. വെൽക്കം ടു ഹിസ്റ്റോറിക്കൽ. 2007 സ്കാർഫേസ് ജനിക്കുന്നത്. സ്കാർഫേസിന് 3 സഹോദരങ്ങൾ കൂടിയുണ്ട്. 2012 മുതൽ 2021 വരെയുള്ള നീണ്ട 9 വർഷ കാലയളവ് മസായി പാറ നാഷണൽ റിസർവ് ഈ 4 സഹോദരങ്ങളാണ് ഭരിച്ചിരുന്നത്. തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടർത്തുവാനായിട്ട് 400ഓളം ഹൈനകളെയും 130ഓളം സിംഹങ്ങളെയും അവന് ബലി കൊടുക്കേണ്ടി വന്നു. തൻ്റെ ടെറിട്ടറിയിലെ സിംഹങ്ങളെ ആക്രമിച്ച എല്ലാ മുതലകളെയും അവൻ തുരത്തി ഓടിച്ചു. കാട്ടിലെ ഏറ്റവും ശക്തനായ മൃഗങ്ങളിൽ ഒന്നാണ് ഹിപ്പോ. തന്നെ ആക്രമിക്കാമെന്ന ഹിപ്പോയിനെയും അവൻ വെറുതെ വിട്ടില്ല, കൊന്നൊടുക്കി. അങ്ങനെ കുറച്ചും കൂടെ സിംഹങ്ങൾക്ക് അവൻ്റെ മേൽ ഭയം അതിക്രമിച്ചു. പിന്നീട് അവൻ്റെ ടെറിട്ടറിയിലേക്ക് ആരും കടക്കാതെയായി. എന്നിരുന്നാൽ പോലും അവൻ്റെ ടെറിട്ടറി മേൽ എല്ലാ സിംഹങ്ങൾക്കും ഒരു കണ്ണുണ്ടായിരുന്നു. തൻ്റെ ടെറിട്ടറിയിൽ ആക്രമിച്ചു കിടക്കാൻ ആരും വരില്ല എന്നുള്ള അഹങ്കാരത്തിലായിരുന്നു അവൻ ഭരിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ ഒരു ദിവസം അവനോളം പോകുന്ന ഒരു എതിരാളി അവൻ്റെ ടെറിട്ടറി ആക്രമിച്ചു. അവർ തമ്മിലുള്ള പോരാട്ടത്തിൽ അവൻ്റെ വലത്തേക്കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായും നഷ്ടപ്പെട്ടു. ഒടുവിൽ അവൻ തോൽക്കുമെന്ന സാഹചര്യത്തിലെത്തി. പക്ഷെ ജയിച്ചു മാത്രം ശീലമുള്ള അവന് തോക്കാൻ മനസ്സിലായിരുന്നു. ഒടുവിൽ മറ്റവൻ്റെ തല അറുത്താണ് അവൻ വിജയം ആഘോഷിച്ചത്. 3 ദിവസം ആ എതിരാളിയുടെ തല തട്ടിക്കളിച്ചാണ് അവൻ അവൻ്റെ വിജയം ആഘോഷിച്ചത്. ഏറ്റവും കൂടുതൽ സഞ്ചാരികളും ഫോട്ടോഗ്രാഫേഴ്സും എത്തുന്ന ഒരു സ്ഥലമാണ് മസായി പാറ നാഷണൽ റിസർവ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഇവരുടെ ക്യാമറ കണ്ണിലേക്ക് അവൻ വന്നെത്തി. അവൻ്റെ വലത്തെ കണ്ണിലെ മുറിവ് അവർക്ക് മേലെ ഒരു അത്ഭുതം തോന്നി. ആ ഒറ്റക്കണ്ണനെ കുറിച്ച് അറിയാൻ ഇവർക്കുള്ളിൽ ഒരു ആകാംക്ഷ ജനിച്ചു. അങ്ങനെ അവർ ആ ഒറ്റക്കണ്ണനെ കുറിച്ച് അന്വേഷിച്ചു. അപ്പോഴാണെന്നറിഞ്ഞ് അവൻ വെറും ഒരു ഒറ്റക്കണ്ണനല്ല, 130ഓളം വരുന്ന സിംഹങ്ങളെയും 400ഓളം വരുന്ന ഹൈന്യങ്ങളെയും ഒറ്റയ്ക്ക് തോൽപ്പിച്ച ഒരു ധീരനാണെന്ന്. പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലും ഈ ഒറ്റക്കണ്ണനെ കുറിച്ചുള്ള സംസാരമായിരുന്നു. മസായി പാറയിലേക്ക് പിന്നീട് ചെല്ലുന്ന ഓരോ മനുഷ്യരും ഈ ഒറ്റക്കണ്ണനെ കാണുവാനായിട്ടായിരുന്നു. അങ്ങനെ ജനങ്ങൾ ഈ ഒറ്റക്കണ്ണനൊരു പേര് നൽകി, ദ സ്കാർഫേസ്. ശരാശരി ഒരു സിംഹത്തിൻ്റെ ആയുസ് എന്ന് പറയുന്നത് 15 വർഷമാണ്. എന്നാൽ പോരാട്ടങ്ങളും അതുമൂലമുണ്ടാകുന്ന അഘാതങ്ങൾക്കും ഒടുവിൽ സിംഹങ്ങൾ 15 വയസ്സ് വരെ സാധാരണ ജീവിച്ചിരിക്കാറില്ല. എന്നാൽ സ്കാർഫേസ് തൻ്റെ സ്വാഭാവിക മരണമടയുന്നത് 15ാമത് വയസ്സിലാണ്. മസായി പാറയിലെ പുൽമേടിൽ അവൻ അന്ത്യശ്വാസം വലിക്കുമ്പോൾ അവന് ചുറ്റും 3 സിംഹങ്ങൾ കാവലായിട്ടുണ്ടായിരുന്നു. ചില മനുഷ്യരായാലും മൃഗങ്ങളായാലും അങ്ങനെയാണ്. ജനിക്കുന്നതും രാജാവായി, ജീവിക്കുന്നതും രാജാവായി, മരിക്കുന്നതും രാജാവ്. പിന്നീട് അവരുടെ ധീരകൃത്യങ്ങളാണ് നമ്മൾ ഓർത്തിരിക്കുന്നത്. സ്കാർഫേസ് ഇന്ന് ഈ ഭൂമിയിലില്ല, പക്ഷേ അവൻ്റെ ധീരകൃത്യങ്ങൾ ഇന്നും നമ്മൾ ഓർത്തിരിക്കുന്നു. സ്കാർഫേസിൻ്റെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. കാണുന്നതുവരെ ഹിസ്റ്റോറിക്കലായി സൈനിങ് ഓഫ്.